കടലിലും ആകാശത്തും ഒരേപോലെ അടികൊണ്ട് തളരുകയാണ് ഇറാൻ. തല പൊക്കാൻ കഴിയാത്ത വിധം ഇറാൻ റവല്യൂഷണറി ഗാർഡ് തളരുന്നു. ഇറാനെ സമുദ്രത്തിലിട്ട് വട്ടം പൂട്ടി അമേരിക്കൻ നാവികസേന. ടെഹ്റാന്റെ ആകാശത്ത് ഇസ്രയേലിന്റെ സംഹാര താണ്ഡവവും. എത്രയും പെട്ടെന്ന് കീഴടങ്ങുക എന്ന അന്ത്യശാസനമാണ് ഇറാന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. മരണം വരെ പോരാട്ടം എന്ന പ്രഖ്യാപനവുമായി ഇറാനും നിൽക്കുന്നു. എന്നാൽ ആവനാഴിയിലെ അസ്ത്രങ്ങൾ തീരും വരെയല്ലേ നിനക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് ഇറാന് ചെക്ക് വെച്ച് അമേരിക്ക. വ്യോമാക്രമണത്തോടൊപ്പം അതിശക്തമായ നാവിക ആക്രമണവും അമേരിക്ക പുറത്തെടുത്തതാണ് ഇറാനെ വലച്ചിരിക്കുന്നത്. അന്തർവാഹിനികളും പടക്കപ്പലുകളും ഇറാൻ പുറത്തിറക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇറാന്റെ കപ്പൽ കരുത്തിനെ മുക്കാൻ അമേരിക്കൻ പടക്കപ്പലുകൾ ഒരു മുഴം മുന്നേ കളിച്ചു. ഇതോടെ കടലിലും ആകാശത്തും ഒരുപോലെ അടികൊണ്ട ഇറാന്റെ തല പിളരുകയാണ്. ഇസ്രയേലാകട്ടെ മറ്റൊരു വഴിക്കൂടെ തങ്ങളുടെ ആയുധപ്പുര നിറച്ചുകൊണ്ടിരിക്കുന്നു. ടെഹ്റാനിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ ഇസ്രയേൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലിന്റെ അടികൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പലയിടത്തു നിന്നും ഓടുന്ന കാഴ്ചകളും പുറത്തേക്ക് വരികയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാന്റെ വിമാനത്താവളങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക കേന്ദ്രങ്ങളും എണ്ണ കേന്ദ്രങ്ങളും ആയുധ പരിശീലന കേന്ദ്രങ്ങളും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് വ്യാപിക്കവേ ഇറാന്റെ കരുത്തായ ഡ്രോൺ കാരിയർ കപ്പലിനെ തകർത്ത് അമേരിക്കൻ സൈന്യം വീണ്ടും ഇറാന് കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുകയാണ്. ആക്രമണത്തിൽ കപ്പൽ പൂർണ്ണമായും അഗ്നിക്കിരയായതായും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇറാനിയൻ കപ്പലിനെ ലക്ഷ്യമിട്ട് അമേരിക്കൻ യുദ്ധക്കപ്പലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും തുരുതുര മിസൈൽ ആക്രമണമാണ് ഉണ്ടായത്. ഡ്രോണുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണെന്ന് US പ്രതിരോധ വിഭാഗം വിലയിരുത്തിയിരുന്നു. ആക്രമണത്തിന് പിന്നാലെ കപ്പലിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും ആകാശം മുട്ടെ തീഗോളങ്ങൾ ഉയരുകയും ചെയ്തു. കപ്പലിൽ ഉണ്ടായിരുന്ന ഡ്രോണുകളും മറ്റ് ആയുധ ശേഖരങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു. ഇനി പിന്നോട്ടേക്കില്ല എന്ന ശക്തമായ സന്ദേശവുമായി ഈ നീക്കത്തിലൂടെ അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങളുടെ സൈനികർക്കും കപ്പലുകൾക്കും നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് തത്തുല്യമായ മറുപടി നൽകുമെന്ന് വൈറ്റ് ഹൗസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ശത്രു രാജ്യങ്ങളുടെ പ്രകോപനം തടയുന്നതിനുമാണ് ഈ ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അത്യാധുനികമായ ആയുധങ്ങളാണ് ഈ ഓപ്പറേഷനായി അമേരിക്ക ഉപയോഗിച്ചത്. തങ്ങളുടെ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇറാൻ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അമേരിക്ക വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാന്റെ നേതാക്കളാണ് മുന്നറിയിപ്പ് കൊടുത്തത്. ഡ്രോൺ കാരിയർ കപ്പൽ തകർത്തതോടെ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന സൂചന നൽകിയതോടെ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാന്റെ നിരുപാധിക കീഴടങ്ങൽ ആവശ്യപ്പെട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കട്ടായം നിൽക്കുന്നത്. സ്വീകാര്യമായ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുത്തതിന് ശേഷം അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനെ സാമ്പത്തികമായി വലുതും മികച്ചതും ശക്തവുമാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. യുദ്ധം 2ാം ആഴ്ചയിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഒരാഴ്ച മുൻപ് സുപ്രീം നേതാവ് അലി ഖമനേയിയുടെ വധത്തിന് ശേഷം രാജ്യത്തെ ആര് നയിക്കും എന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റ് സൈനിക പ്രവർത്തനങ്ങൾ 4 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന് അമേരിക്കൻ ഭരണകൂടം പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതിയ കുറിപ്പിൽ ട്രംപ് പറഞ്ഞത് ഉപാധികളില്ലാത്ത കീഴടങ്ങൽ ഒഴികെ ഇറാനുമായി ഒരു കരാറും ഉണ്ടാക്കില്ല എന്നാണ്. അതിനുശേഷം മഹാനും സ്വീകാര്യനുമായ ഒരു നേതാവിനെ തെരഞ്ഞെടുത്തതിനു ശേഷം തങ്ങളും സഖ്യകക്ഷികളും പങ്കാളികളും ഇറാനെ നാശത്തിന്റെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിക്കുമെന്നും അതുവഴി സാമ്പത്തികമായി മുമ്പത്തേക്കാളും വലുതും മികച്ചതും ശക്തവുമാക്കും എന്നാണ് ട്രംപ് വിശദീകരിച്ചിരിക്കുന്നത്. ഇറാന് ഒരു മികച്ച ഭാവി ഉണ്ടാകുമെന്നും ഇറാനെ വീണ്ടും മഹത്തരമാക്കുമെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ പുതിയ ഇടപെടൽ യുദ്ധത്തിന് ചർച്ചയിലൂടെയുള്ള ഒരു ഒത്തുതീർപ്പിൽ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന സൂചനയാണ് നൽകുന്നത്. എന്നാൽ ഭരണമാറ്റത്തിന് ആഹ്വാനം ചെയ്യുന്നത് ട്രംപ് ഇപ്പോൾ ഒഴിവാക്കുകയും ചെയ്യുന്നു.
സംഘർഷത്തിന്റെ തുടക്കം മുതൽ ട്രംപ് ഭരണമാറ്റം എന്ന പദം ഒഴിവാക്കിയിട്ടുണ്ട്. ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പോലെ നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷത്തിലേക്ക് യുഎസിനെ വലിച്ചിഴയ്ക്കാൻ പ്രസിഡന്റ് അനുവദിക്കില്ല എന്ന് ട്രംപിന് വേണ്ടി മറ്റ് മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥർ സമീപ ദിവസങ്ങളിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതായത് ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിലേക്ക് അമേരിക്കയ്ക്ക് കടക്കാൻ കഴിയില്ല. കാരണം അത്ര നിസ്സാര രാജ്യവുമല്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇറാൻ. ഇറാൻ ആകട്ടെ ഒരു കരയുദ്ധത്തിനാണ് ഇപ്പോൾ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഈ പറയുന്ന ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സേനകൾ ഇറാനിലേക്ക് കരയുദ്ധവുമായി എത്തിയാൽ അതിനെ നേരിടുക എന്നുള്ള ഒരു നീക്കമാണ് ഇറാന്റെ ലക്ഷ്യം. അതായത് കരയുദ്ധത്തിൽ തങ്ങൾക്ക് മേൽക്കൈ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ഇറാനുള്ളത്. കാരണം ഇറാന്റെ ഭൂപ്രകൃതി കരയുദ്ധത്തിൽ ശത്രുക്കൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. ഇത് ഇറാന് വലിയ ഗുണം ചെയ്യുന്നതുമാണ്. മുൻപ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇറാനിലേക്ക് കരയുദ്ധത്തിനും ഞങ്ങൾ മടിക്കില്ല എന്ന്. എന്നാൽ പിന്നീട് ഈ നിലപാട് മാറ്റുകയായിരുന്നു. കാരണം അത്ര എളുപ്പമല്ല ഇറാനിലേക്കുള്ള കരയുദ്ധം. ഇറാന്റെ നാവികസേനയെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പാതയിലാണ് തങ്ങളെന്നാണ് കരോലിൻ ലിവിറ്റും പറഞ്ഞത്. ഒരു തീവ്രവാദിയോ അമേരിക്കയ്ക്ക് മരണം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമോ ഇറാനെ നയിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നില്ല എന്നും ഇവർ പറഞ്ഞു. ഇക്കാര്യം ട്രംപ് ഗൗരവതരമായി ചർച്ച ചെയ്യുകയാണെന്നും ലിവിറ്റ് വ്യക്തമാക്കി. ഇറാന്റെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിൽ താൻ ഒരു പങ്ക് വഹിക്കുമെന്ന് ഈ ആഴ്ച ആദ്യം ട്രംപ് US മാധ്യമമായ ആക്സിയോസിനോട് പറഞ്ഞിരുന്നു. റഷ്യ വളരെ കാലമായി ഇറാന്റെ സഖ്യകക്ഷിയാണ്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അയൽരാജ്യമായ യുക്രൈൻ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 4 വർഷത്തിനിടെ റഷ്യൻ സൈനികർക്ക് ഉപയോഗിക്കുന്നതിനായി ആയിരക്കണക്കിന് ഷാഹദ് ഡ്രോണുകൾ ടെഹ്റാൻ മോസ്കോയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ഇറാൻ നേതൃത്വവുമായി റഷ്യ സംഭാഷണം തുടരുകയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതായത് ഇറാനെ സഹായിക്കാൻ റഷ്യ ഏതെങ്കിലും ഒരു തരത്തിൽ ഇടപെടൽ നടത്തുമോ എന്നുള്ള ഒരു ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈനുമായിട്ടുള്ള യുദ്ധം കൊഴുപ്പിക്കാൻ തന്നെയാണ് അമേരിക്ക മറ്റൊരു വഴിക്കൂടെയും ശ്രമിക്കുന്നത്. ഇറാൻ ഒരു വിശുദ്ധ രാഷ്ട്രമാണെന്ന് ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും പറയില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ജനാധിപത്യ അവകാശങ്ങൾ ഇറാനിൽ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയും ഹമാസുമായി ഇറാനുള്ള ബന്ധവും രഹസ്യമല്ല. പക്ഷേ ഇതൊന്നും തന്നെ ഇറാൻ എന്ന പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക്കിനെ ആക്രമിക്കുന്നതിനും അവരുടെ പരമോന്നത നേതാവും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ 100 കണക്കിന് പേരെ കൊന്നൊടുക്കുന്നതിനും ഉള്ള സമ്മതപത്രവും ന്യായീകരണവുമല്ല എന്ന് ഇറാനെ പിന്തുണച്ചുകൊണ്ട് റഷ്യ വ്യക്തമാക്കിയിരുന്നു. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്ന് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആഹ്വാനം പോകുകയാണ്. അതായത് ഒരു വഴിക്കൂടെ ഞങ്ങൾ ഇറാൻ ഭരണകൂടത്തെ മത ഭരണകൂടത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ജനങ്ങൾ ഇറങ്ങി ജനാധിപത്യപരമായ രീതിയിലേക്ക് ആ ഭരണകൂടത്തെ എത്തിക്കണം എന്നുള്ളതാണ്. അതായത് ആ ഭരണകൂടത്തെ മറിച്ചിട്ട് ഒരു ജനാധിപത്യ ഭരണകൂടത്തെ എത്തിക്കുന്നതിൽ അവിടുത്തെ ജനങ്ങൾ ഇറങ്ങിത്തിരിക്കണമെന്നാണ് അമേരിക്ക ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ആഭ്യന്തര കലഹം കൂടി നിങ്ങൾ ഒരു വഴിക്കൂടെ നടത്തിക്കോളൂ എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്.